ഈ അസം മുഖ്യമന്ത്രി വരുന്നു, മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നു, അങ്ങനെ കേന്ദ്രമന്ത്രിമാർ വരുന്നു. ഇവരെല്ലാം വരുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ BJPക്ക് വലിയ വോട്ട് ഷെയർ ഉള്ള ഇടമല്ല. പക്ഷേ വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷനെ കളത്തിലിറക്കി ഈ തരത്തിൽ ദേശീയ നേതാക്കൾ പ്രചരണത്തിനെത്തി BJP ലക്ഷ്യമിടുന്ന ഒരു രാഷ്ട്രീയം അവിടെ പ്രകടമാണ്. ആ രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുള്ള ഇടങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയമായി അതിനെ മാറ്റുകയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ലീഗിൻ്റെ കൊടി ഉയർത്താത്തത് വിഷയമടക്കം BJP അവിടെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇടതുപക്ഷം ഉന്നയിക്കുന്ന രീതിയിലല്ലെന്ന് മാത്രം. അതായത് ഈ രാഹുൽ ഗാന്ധിക്ക് മേലിൽ ലീഗ് നേതൃത്വം വലിയ സമ്മർദ്ദം ചെലുത്തുമാണ്. അസമിലായിരുന്നെങ്കിൽ ഇവരെ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ചേനെ എന്നൊരു പ്രസ്താവനയുമായി ഈ അസം മുഖ്യമന്ത്രിയൊക്കെ രംഗത്ത് വരുമ്പോൾ അത് മലബാർ രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന തുടർ ചലനങ്ങൾ അത് വളരെ വലുതായിരിക്കില്ലേ അനുമോദ്? തീർച്ചയായും നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലേക്ക് BJPയുടെ കേന്ദ്ര നേതാക്കൾ സന്ദർശനത്തിലെത്തുമ്പോൾ പ്രചരണത്തിലെപ്പോഴും എല്ലാം തന്നെ നമ്മൾ അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളും അല്ലെങ്കിൽ അവരുടെ വാക്കുകളും സശ്രദ്ധം പിന്തുടർന്നതാണ്. അതിൽ ആദ്യം വന്ന സ്മൃതി ഇറാനി മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഹിമന്ത ബിശ്വ ശർമ്മ വരെ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന തരത്തിലാണ് അവരുടെ എല്ലാം പ്രചരണം ഉണ്ടായിട്ടുള്ളത്. അമേഠിയിൽ അദ്ദേഹം തോറ്റു, ഇവിടെയും അദ്ദേഹം മത്സരിക്കുന്നു, ഇവിടെയും തോൽക്കും. അതുപോലെ തന്നെ എന്തിനാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത്, അദ്ദേഹം അവിടെയാണ് മത്സരിക്കേണ്ടതെന്ന് ഇടതുപക്ഷം പറയുമ്പോൾ അമേഠിയിൽ നേടിയ അട്ടിമറിയെക്കുറിച്ച് BJP പറയും. അതിനെല്ലാം അപ്പുറത്തായിട്ട് മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രചരണത്തിലേക്ക് അവസാന ഘട്ടത്തിൽ BJP എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ സ്വീകരണത്തിൽ മുസ്ലിം ലീഗിന്റെ പതാക വീശിയപ്പോൾ അത് പാകിസ്ഥാൻ പതാകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ പ്രചരണം നടത്തി കോൺഗ്രസിനുണ്ടാക്കിയ തിരിച്ചടിയും അതിനെ കോൺഗ്രസ് മറികടന്നത് ഇത്തവണ പതാകകളൊന്നും കൊടികളൊന്നും ഉപയോഗിക്കാതെയാണ്. അപ്പോൾ BJPയുടെ ഇപ്പോഴത്തെ പ്രചരണം എന്തിന് മുസ്ലിം ലീഗിന്റെ കൊടി മറച്ചു വെക്കണം? ഉത്തരേന്ത്യയിൽ അദ്ദേഹം അമ്പലങ്ങളിൽ പോകുന്നു, ഇവിടെ വരുമ്പോൾ ലീഗിന്റെ കൊടി മറച്ചു വെക്കുന്നു. അത് ഇരട്ടത്താപ്പാണെന്ന് സ്മൃതി ഇറാനിയുടെ ഒരു പരാമർശം അവർ മാധ്യമങ്ങളോടൊന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ അദ്ദേഹത്തിന്റെ പ്രസംഗം മുസ്ലിം ലീഗിനെ ഇതുവരെ മറ്റു നേതാക്കളൊന്നും വിമർശിക്കാത്ത അത്ര തരത്തിലായിരുന്നു. രാഹുൽ ഗാന്ധിയോട് ഈ കൊടി ഉപയോഗിക്കുമെന്ന്, കൊടി വീശുമെന്ന് മുസ്ലിം ലീഗ് ഭീഷണി ഉയർത്തി. ആ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കൊടി ഒന്നും ഉപയോഗിക്കേണ്ട, കോൺഗ്രസിനെയും വേണ്ട ലീഗിൻ്റെയും വേണ്ട എന്ന തരത്തിലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ലീഗിനെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും അത്തരത്തിൽ വിവാദമാകുന്ന പ്രസ്താവനകളിലേക്ക് പോവുകയേ വേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്രയും വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടും ലീഗ് നേതാക്കൾ വളരെ സംയമനത്തോടെ തന്നെ പ്രതികരിക്കുന്നത്. പക്ഷേ ലീഗിൻ്റെ താഴെത്തട്ടിൽ ഈ കൊടി വിഷയത്തിൽ വലിയ വിഷമമുണ്ട്. കാരണം നമുക്കറിയാം മലപ്പുറത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറനാടും നിലമ്പൂരും വണ്ടൂരുമൊക്കെ ലീഗ് പ്രവർത്തകർ കഴിഞ്ഞ തവണ വളരെ ആവേശത്തോടെയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അവിടെയൊന്നും ഈ നിർദ്ദേശങ്ങൾ, കൊടി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങൾ ഉള്ളത് ലീഗിനെ സംബന്ധിച്ച് ഇത്തിരി വിഷമമുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ ലീഗ് സംയമനത്തോടെ നിൽക്കുന്നു. മാത്രമല്ല ലീഗിൻ്റെ ഈ സംയമനമാണ് യഥാർത്ഥത്തിൽ UDFനെ ഇവിടെ വലിയ പ്രതിഷേധങ്ങളിൽ നിന്നും പ്രതിരോധിച്ചു നിൽക്കുന്ന ഒരു കാര്യം. ലീഗിൻ്റെ ഭാഗത്തും എന്തെങ്കിലും തരത്തിലുള്ള താഴെ തട്ടിൽ നിന്നെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന വരികയാണെങ്കിൽ ഈ വിവാദം ഇവിടെയൊന്നുമല്ല അവസാനിക്കുക, അത് UDFനെ സംബന്ധിച്ച് നിലയില്ലാത്ത കയത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ലീഗ് അവിടെ സംയമനത്തോടെ രാഷ്ട്രീയവാദങ്ങൾക്ക് കളമൊരുക്കാതെ, അവസരം നൽകാതെ വളരെ ശ്രദ്ധാപൂർവമാണ് പ്രതികരിക്കുന്നത് എന്നതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മുഖ്യമന്ത്രി അടക്കം ഈ കൊടി വിഷയത്തിൽ കടന്നാക്രമിച്ചിട്ട് പോലും ലീഗിൻ്റെ സംയമനം ലീഗ് കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് മലബാർ മേഖലയിൽ ഒന്നാകെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. അതുതന്നെയാണ് ഇവിടെ പ്രധാനം. ഇനി ഇതിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. പക്ഷേ അപ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു ദോഷം ചെയ്യാത്ത രീതിയിൽ അവർക്ക് ലീഗ് അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.